ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ബിരിയാണിയാണ്. വെജിറ്റേറിയൻസിനുള്ള ഒരു ഡിഫറെൻറ്റ് ബിരിയാണി, പനീർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. പനീർ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണി ആയതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ വേണം. അപ്പോൾ ആദ്യം വേണ്ടത് പനീർ. അപ്പോൾ പനീർ ഞാൻ ഓൾറെഡി ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അധികം കളർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്താൽ പനീർ ഭയങ്കര ഹാർഡാവും. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പനീറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ബാസ്മതി റൈസ് നീളത്തിലുള്ള ലോങ് ഗ്രെയിൻ റൈസ് ഉപയോഗിക്കുക. അപ്പോഴേ ഈ ബിരിയാണിക്ക് അത് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ലോങ് ഗ്രെയിൻ റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പുതിന ഇല, മല്ലിയില അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ നമ്മൾ ഇതിനൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് മല്ലി, കുരുമുളക്, പെരുംജീരകം, ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഇതിൽ വറുത്തിടാനായിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി ഇല, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ജീരകം, കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ആവശ്യം വരും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. പനീർ ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയ്ക്ക് പറഞ്ഞ ഇൻഗ്രീഡിയൻസ്, അതായത് ജീരകം, പെരുംജീരകം, കുരുമുളക്, മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഈ പാനിലേക്ക് ഇട്ടിട്ട്, കുറച്ച് വലുപ്പമുള്ള പാനാണ്, പക്ഷെ എന്തായാലും ഉപയോഗിച്ച സ്ഥിതിക്ക് അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലകളുടെയൊക്കെ മണം ഒന്ന് വന്നു തുടങ്ങുമ്പോൾ, ഈ മല്ലിയുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിച്ചിട്ട് മിക്സിയിൽ നല്ല പൊടിയായിട്ട് തരിതരിയായിട്ട് പൊടിച്ച് എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. ഒരു പ്രഷർ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഉപയോഗിച്ചാൽ മതി ഈ ഡിഷിന്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബിരിയാണി ഇല, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ജീരകം, അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് നമുക്ക് ചേർക്കാം. ഈ ജീരകവും കുരുമുളകും ഒന്ന് പൊട്ടട്ടെ. ജീരകവും കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട്സ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ചതച്ച മിക്സ്ചർ ഇത് രണ്ടും ചേർത്തിട്ട് ഇതുകൂടെ കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. സവാള നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലേൻ്റെയും പകുതി ഭാഗം, അല്ല ഒരു 3/4 ഭാഗം ഇതിലേക്ക് ഇടാം. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് സവാള ഒന്ന് ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ സവാള നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇനി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സോഫ്റ്റ് ആകാൻ എളുപ്പത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇനി തീ ഒന്ന് താഴ്ത്തി വെക്കാം. തക്കാളി സോഫ്റ്റായി മസാലകൾ കുക്കായിട്ട് എണ്ണ പുറത്ത് വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലോണം കുക്ക് ചെയ്ത് എണ്ണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ചേർക്കാം. അരി ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഈ അരി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഈ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ 1.25 കപ്പ് വെള്ളമുണ്ട്. നമ്മളിതിൽ ഉപ്പ് ഇനി ചേർത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഓൾമോസ്റ്റ് 2 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പനീരും കൂടി ചേർക്കാം. പനീരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ മുഴുവൻ റിലീസായതിനു ശേഷം ഞാൻ പ്രഷർ കുക്കർ തുറന്നു. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് വലിയ ഇലയും പുതിന ഇലയും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ബിരിയാണി സെർവ് ചെയ്യാൻ റെഡിയായി. പനീർ ബിരിയാണി റെഡിയായി. ഇത് റൈത്തയും പിക്കിളിൻ്റെയും കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.